അടുത്ത പാട്ടിലേക്ക്. അവിടെയാണ് ഈ നേരത്തെ പറഞ്ഞ ഓസ്കാറിനെ പുള്ളി ശരിയാക്കിയത്. കാരണം പുള്ളി ട്യൂണും കൊണ്ടിരിക്കുന്നു, ട്യൂൺ വരുന്നില്ല, ബ്രാഹ്മണ കല്യാണമാണ്. ഈ കല്യാണം അവതരിപ്പിക്കേണ്ട ട്യൂൺ പുള്ളിക്ക് കിട്ടുന്നില്ല കീരവാണിക്ക്. കീരവാണി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഭരതേട്ടനാണെങ്കിൽ അക്ഷമ 7 പാട്ടൊന്നും ഉണ്ടാക്കണം. അപ്പുറത്ത് ഡേവിഡ് കാച്ചപ്പള്ളിയും മോഹനും. അതുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഭരതേട്ടൻ ഇങ്ങനെ എണീറ്റിട്ട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, മൗണ്ട് റോഡ് വരെ പോകാമെന്ന്. എന്നോട് ഞാനും പുള്ളിയും കൂടെ മൗണ്ട് റോഡിലേക്ക് പോകുന്ന വഴിക്ക് പുള്ളി എന്നോട് പറയാണ്, എടാ അവൻ ആ കല്യാണം ശരിയാവും തോന്നുന്നില്ല. അവിടെ വെച്ച് പറയാൻ പറ്റില്ല കീരവാണിയോട്. അതുകൊണ്ട് എന്നെ പുറത്തിറക്കി മൗണ്ട് റോഡിലേക്ക് വരും. വേറൊന്നും ഇതിനകത്ത് ഒരു നിർണായക ഘടകമുണ്ട്. വാസ്തവത്തിൽ കഷ്ടമാണ്, പറയാൻ നിവൃത്തിയില്ല. ഒരു നിർണായക ഘടകം കാറിന്റെ ബാക്കിൽ കിടപ്പുണ്ട്, അത് ഉറങ്ങുകയാണ്. എന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ട് മണി ഷൊർണൂർ, അത് ഉറക്കമാണ്. മണി ഷൊർണൂർ ഇസ് എ ബ്രാഹ്മിൻ, അതൊക്കെ പ്രധാനമാണ് ഇവിടെ. പുള്ളി ഉറങ്ങുന്നു, വണ്ടി ഇങ്ങനെ മൗണ്ട് റോഡിൽ 3 തവണ ഓടിക്കുന്നു. ഭരതേട്ടൻ പറഞ്ഞു, ട്യൂണൊന്നും ശരിയാവുന്നില്ലടാ, എന്താ ചെയ്യവന്മാരുടെ കല്യാണം. അപ്പോൾ ഈ പുള്ളി ബ്രാഹ്മിൻ കല്യാണത്തെക്കുറിച്ച് വല്ല ഐഡിയ പോരാ. അപ്പോൾ ഈ ഒരുമാതിരി ഇൻസ്റ്റൻ്റായിട്ട് ഉണർന്നിട്ട് പുള്ളി പറയാണ്, അതെന്താ ഭരത, ഒന്നുമില്ല, താഴമ്പൂ മുടിച്ചിട്ട് 18 മുഴം ചേല ഞൊറിഞ്ഞു കിട്ടും, പിന്നെ വെള്ളിക്കിട്ട് അണിഞ്ഞ് എന്ന് പറഞ്ഞാൽ അതിന് നിൽക്ക് പതുക്കെ പറയാം, അതിന്റെ കുറിച്ചോളാൻ പറഞ്ഞു എന്നോട്. അപ്പൊ ഞാൻ കാറിൽ നിന്നിട്ട് താഴമ്പൂ മുടിച്ച് അത് പിന്നെ 18 മുഴ വലിയ വിശാലമായിട്ട് പറഞ്ഞ 18 മുഴ. അപ്പൊ ഞാൻ ബാക്കി മതി 18 മുഴം ചേലം ഞൊറിഞ്ഞു കൊടുത്ത് പിന്നെന്താണ്, പിന്നെ ചിറ്റണിയും വെള്ളിച്ചി. അപ്പൊ ഭരതം വെറും ചിറ്റി വേണ്ട, വെള്ളിച്ചിരി എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വെച്ച് ആ പാട്ടി റൗണ്ട് അടിച്ചു വന്നു. 18 മുഴം ചേലഞ്ഞൊറിഞ്ഞൊടുത്ത് വെള്ളിച്ചിട്ടണിഞ്ഞ്. അടിപൊളി. എന്താണ് മൂക്കുത്തിയണിഞ്ഞ് സുജാ ചേച്ചി മകളൊരു. അപ്പം സാധാരണ ബ്രാഹ്മിൻസ് പോലും ഞെട്ടിപ്പോയി. MDR എങ്ങനെ ഇത് ഗംഭീരമായിട്ട് ആ കംപ്ലീറ്റ് സാധനം വരികയാണ്. ഇത് കൊണ്ടൊന്ന് മറ്റേ ആളിനെ ഏൽപ്പിക്കുന്നു. കാമപാഠ പുസ്തകം പുള്ളി റെഡിയായിട്ടിരിക്കുകയാണ്. പുള്ളി നോക്കിയിട്ട് താഴമ്പൂ. അപ്പം ഞാൻ താഴമ്പൂ മുടിച്ച്. അപ്പോൾ ഭരതേട്ടൻ കല്യാണത്തിൻ്റെ രീതിയാണെന്നൊക്കെ പറഞ്ഞു. പുള്ളി ഇൻസ്റ്റൻ്റായിട്ട് അവിടെ നിന്ന് ആലോചിച്ച് കുറേശ്ശെ ഭരതേട്ടൻ മൂളുന്നുണ്ട്, ശ്രദ്ധിച്ചത്. അങ്ങനെ ആ പാട്ടിന് റെഡിയാകുന്നു. ഇനിയും കിടക്കുന്നു പാട്ട്. കിടക്കുകയാണ്. അപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു യയ്യ എന്നുള്ള പാട്ടിന്റെ സിറ്റുവേഷൻ. അപ്പോൾ പുള്ളി ഒരു ട്യൂൺ ഇങ്ങോട്ട് ചൊല്ലി കേൾപ്പിച്ചു പുള്ളി. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി ചൊല്ലണ്ട, തെലുങ്ക് വേണ്ട, മലയാളം മതി എന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഇങ്ങനെ ചൊല്ലി. അപ്പൊ ഞാൻ പറഞ്ഞു യയ്യ വേണോ ഭരതേട്ട, യയ്യ എന്നുള്ളത് മലയാളത്തിൽ? പുള്ളി പറഞ്ഞു വേണം, കാരണം അവളെ ടീസ് ചെയ്യുന്ന പോലെ നമ്മൾ ഈ കൊഞ്ഞനം കുത്തുക എന്ന് പറഞ്ഞ പോലെ കൊഞ്ഞനം കുത്തുന്നതിനൊരു മലയാളമില്ല. യയ്യ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാധനം വരുത്താം, ശ്രീദേവിയുടെ ചുണ്ടിലത് വന്നോളൂ, ഞാൻ വരുത്തിക്കോളാം. അങ്ങനെയാണ് യയ്യ എന്ന് പറഞ്ഞ് ഒരുപാട് പേര് തർക്കിച്ച സാധനം. ഉണ്ണികൃഷ്ണനും ചിത്രയും പാടുന്നു. അത് ഗംഭീരമായിട്ട് അതങ്ങ് മാറുകയാണ്. മാത്രമല്ല നമ്മുടെ ഈ ചെറുപ്പക്കാര് പിള്ളേരും പാടുന്ന പുതിയ സിനിമയില്. അപ്പൊ ഈ പാട്ടുണ്ടായത് പെട്ടെന്നുണ്ടായി, ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാകുന്നതിന്റെ രീതി അവിടെ ഒക്കെ ഇന്റർഫിയറൻസ് ഓഫ് ദ ഡയറക്ടർ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു ദ്വിഭാഷി വന്നിട്ട് പിന്നെ പുള്ളിക്ക് മലയാളം കുറേശ്ശെ പഠിച്ചു തുടങ്ങുന്നു ഭരതേട്ടൻ്റെ സഹവാസം കൊണ്ട്. ഒരു 2 മിനിറ്റ് കൊണ്ട് പാട്ടുണ്ടായി. പുള്ളി അവിടെ അവിടെ AVM ജീത്തൻ്റെ ഒരു ബാത്റൂമൊക്കെ ഉണ്ട്. അപ്പോൾ ഭരതേട്ടൻ ഇങ്ങനെ ഇൻസ്ട്രക്ട് ചെയ്യുന്നത് ഒരു മ്യൂസിക് ഡയറക്ടർക്ക് ഇഷ്ടമാവില്ല. നോർമലി എപ്പോഴും കയറി ഇൻസ്ട്രക്ഷൻ പറ്റില്ലല്ലോ. അപ്പോൾ പുള്ളി ഇടയ്ക്ക് ബാത്റൂമിൽ പോകും. ഇനി ഭരതേട്ടൻ അങ്ങനെ ഒരു രോഗമില്ലല്ലോ, ബാത്റൂമിൽ പോകുന്ന ദിവസമല്ലേ. ഈ പാട്ടിൻ്റെ സിറ്റുവേഷൻ പുള്ളി അവിടെ പോയിട്ട് പുള്ളി ഒരു സാധാരണ രീതി പാടുകയാണ്. ഇങ്ങനെ പാടുന്നത് ഇങ്ങോട്ടേക്ക് പോകുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ഭരതേട്ടൻ ഇങ്ങനെ? അത് ഭാവിരാജൻ്റെ ഒരു പാട്ടാ പുള്ളി പാടിട്ട്. പുള്ളി എന്നോട് പറയാ, അവൻ അതേ പിടിച്ചോളൂ എന്ന്. കാരണം ഇത് ബാത്റൂമിൽ നിന്നുള്ള ഈ പാട്ട് പുള്ളിയും കേൾക്കുന്നുണ്ട്, കീരവാണിയും കേൾക്കുന്നുണ്ട്. അപ്പൊ കീരവാണി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെ അശരീര പോലെ ഈ സാധനം വന്ന് വീഴുന്നത്. യമൻ കല്യാണി ദേവപാദം തേടിടും സാലഭഞ്ജിക ഉടനെ ജനിച്ചു വീഴുന്നു. തളിരിട്ട കീനാക്കൾ തൻ
താമര. അത് വരദേട്ടൻ ഇട്ടുകൊടുത്തൊരു സാധനം എന്ന് വെച്ചാൽ ആ. മോഷണമല്ല, ഒരു സാധനം ഒരു ഇട്ടപ്പോൾ മോട്ടിവേഷൻ. അതോടെ 7ാമത്തെ പാട്ടും അവിടെ തീർന്നു. ഇല്ലെങ്കിൽ എത്രയും പാട്ട് തീരില്ല അവിടെ. പിന്നെ ദേവരാഗത്തിന്റെ പാട്ട് ഒറ്റ ദിവസം കൊണ്ട് തീരുകയാണ്.